ആദ്യം തന്നെ ബട്ടൂരക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പുളിപ്പും തണുപ്പും ഇല്ലാത്ത തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും തണുപ്പുണ്ടാവരുത്. ഇനി തൈരും പാലും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്കിത് കപ്പിൽ അളന്നെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അപ്പോൾ എല്ലാം ആ ഒരു ഗ്ലാസ് തന്നെ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിനാണ് അളക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് തന്നെ പൊടി നിങ്ങൾ അളന്നെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പിന് ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഗോതമ്പിൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു ബട്ടൂരിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മതി ഇട്ട്, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഈ ഒരു പൊടിയും പാലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ നമ്മൾ പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതന്നെ മതി. മാവ് പാകമായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഈസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് മടിയായിരിക്കും. ഇനി കുറച്ച് കരിഞ്ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കണ ആ ഒരു സമയം മതിയിട്ട് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂരിയുടെ ഷേപ്പിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പൊടിയിട്ടതിന് ശേഷം പരത്തിയെടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒട്ടി പിടിക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് ഒരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഒരു 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുകയാണ്. പൂരിയൊക്കെ നമ്മൾ ഇത് റൗണ്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പൂരിയുടെ ഒക്കെ ആ ഒരു സെയിം ഇതാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി പ്രത്യേകിച്ച് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയം തന്നെ നിങ്ങൾ ഓയിൽ ചൂടാക്കാനായിട്ടൊന്ന് സ്റ്റൗ കത്തിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പരത്തലും ഫ്രൈ ചെയ്യലും ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കൂടുതൽ സമയമൊന്നും ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ. പൂരി ഉണ്ടാക്കുന്ന അത്രയും സമയം തന്നെ നമുക്ക് ഇതിനും മതി. പക്ഷെ പൂരിനേക്കാളും നല്ല ടേസ്റ്റാണ് ബട്ടൂര. നമ്മൾ കഴിക്കുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുള്ളൂ. കാണുമ്പോൾ പൂരിയുടെ ഒക്കെ ആ ഒരു ഇതാണെങ്കിലും കഴിക്കുന്ന സമയത്ത് ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. ഇനി നമ്മളിത് ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ചൂടായ ഓയിലിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓയിൽ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. പൊങ്ങിയതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കോരി മാറ്റിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ചട്ടകം കൊണ്ട് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പൊങ്ങി കിട്ടും. ഇല്ലെങ്കിൽ സ്വയം പൊങ്ങണില്ല എന്നുണ്ടെങ്കിൽ ആ ചട്ടകം വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. എന്നാൽ കറക്റ്റായിട്ട് തന്നെ നല്ലതായിട്ട് പൊങ്ങി വരും. അപ്പോൾ നല്ല നമ്മൾ പൂരിയുടെ പോലെ അല്ല കേട്ടോ, നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കണില്ല. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യുന്നത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ. അപ്പോൾ എല്ലാം ബാക്കി എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. ഒരുപാട് തീ കൂട്ടി വെക്കാണ്ടിരിക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം.